വിശദമായി കടക്കുമ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിന് സൗഹാർദ്ദമായ പരിഹാരമാണ് ലക്ഷ്യം. മധ്യസ്ഥ ചർച്ചയിലൂടെ ഉണ്ടാകുന്ന ധാരണ ഹൈക്കോടതിയെ അറിയിക്കുമെന്നുമാണ് സത്യവാങ്മൂലം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, മുൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന ഇടതു സർക്കാർ പല പദ്ധതികളും ഈ തർക്ക പരിഹാരത്തിന് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒടുവിലൊന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ എന്താണ് പുതിയ സർക്കാരിൻ്റെ പദ്ധതി? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഹൈക്കോടതിയിൽ പങ്കുവയ്ക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് സർക്കാരിന് കോടതിയിൽ ഇങ്ങനെ ഒരു മറുപടി നൽകേണ്ടി വരുന്നത്? സഭാ തർക്കത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സഭാ തർക്കക്കേസിൽ സൗഹാർദ്ദമായ പരിഹാരമുണ്ടാക്കാൻ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടും. ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിന് സൗഹാർദ്ദമായ ഒരു പരിഹാരമുണ്ടാക്കും എന്നതാണ് നീക്കം. മുൻ സർക്കാരൊക്കെ ഇടപെട്ട ഈ വിഷയത്തിൽ ഒടുവിൽ എല്ലാ സർക്കാരുകൾക്കും പ്രതിസന്ധിയായ ഓർത്തഡോക്സ് യാക്കോബായ തർക്ക വിഷയത്തിൽ പരിഹാരത്തിന് പുതിയൊരു നീക്കത്തിന് ഇടപെടുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് ഇടപെടുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് പിറവത്ത് സെൻറ്റ് ജോൺസ് ബത്ലഹേം പള്ളിയിൽ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് സംഘർഷ സാഹചര്യങ്ങളുണ്ടായി. വൈദികർ പള്ളിക്കുള്ളിൽ വെച്ച് ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന നീക്കമുണ്ടായി. ഒടുവിൽ പോലീസിൻ്റെ ഇടപെടലാണ് അവിടെ ഉണ്ടായത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. പൊതുവിൽ സഭാ തർക്ക വിഷയങ്ങളിൽ ഒരു പരിഹാരമാണ് ലക്ഷ്യം. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന സാഹചര്യങ്ങളെ ബാധിക്കുന്ന ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്ക വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ചർച്ച നടത്തും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏത് സാഹചര്യത്തിലാണ് സർക്കാർ ഇത് പറയുന്നത്? മുൻ സർക്കാരിൻ്റെ വലിയ ദൗത്യങ്ങളൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് സർക്കാരിന് ഇത്തരമൊരു നിലപാട് കോടതിയിൽ എടുക്കേണ്ടി വന്നത്? ഇരു സഭാ വിഭാഗങ്ങളെ ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനാണ് സർക്കാർ നീക്കം. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ മുതലേ നിരവധി ഇടപെടലുകളും മറ്റു ചർച്ചകളും ഒക്കെ നടന്നിരുന്ന സാഹചര്യത്തിലും അതിന് ഫലം കാണാതിരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ഈ ഇരു സഭകളെയും ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്ത് പരിഹാരം കാണാമെന്ന് തന്നെയാണ് കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടും. അതുമാത്രമല്ല സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിനാണ് സൗഹാർദ്ദപരമായ പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാരിന്റെ ഈ നീക്കമുണ്ടായിട്ടുള്ളത്. തർക്കം നീണ്ടതോട് തന്നെ വിശ്വാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ദുരിതവും വേദനയും ഉണ്ടായിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഈ മധ്യസ്ഥ ചർച്ചയിലൂടെ ഉണ്ടാകുന്ന ധാരണ ഹൈക്കോടതിയെ അറിയിക്കും എന്നും ആണ് കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നൂറ്റാണ്ടേറെ തുടരുന്ന ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിന് സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ഇടപെടൽ ശ്രമിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇരു വിഭാഗങ്ങളും ചർച്ചയ്ക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്നാണ് സർക്കാർ കോടതി അറിയിച്ചിട്ടുള്ളത്. സഭാ നേതൃത്വം എന്തായാലും ഈ വിഷയത്തിൽ പള്ളിത്തർക്ക വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. സൂചിപ്പിക്കുന്ന പോലെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുമ്പോഴാണ് ഇക്കാര്യങ്ങളിൽ സർക്കാർ കോടതി നിലപാടെടുത്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.